ആശുപത്രിയിൽ ആദ്യഘട്ടത്തിനേക്കാൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധ പശ്ചാത്തലം എങ്ങനെയാണ്? കാശ്മീർ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് ഹാജരാക്കും. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു വൈദ്യപരിശോധന കഴിഞ്ഞിട്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ പ്രകോപനം കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുലിനെ നിലവിൽ പുറത്തേക്ക് ഇറക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഈ വാഹനം കാഷ്വാലിറ്റിക്ക് തൊട്ടടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 2 വശങ്ങളിലായി പോലീസുകാർ നിന്ന് ആളുകളെ പുറത്തേക്ക് മാറ്റി പ്രതിഷേധക്കാരെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അതിനിടയിലൂടെ രാഹുലിനെ കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. വന്നപ്പോൾ ഉണ്ടായ സമാന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ വലിയ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മതിയായ പോലീസുകാരുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൂടുതൽ പോലീസുകാരെ എത്തിച്ചിട്ടുണ്ട്, കൂടുതൽ സേനാംഗങ്ങളെ എത്തിച്ചിട്ടുണ്ട്. 2 വാതിലുകളുണ്ട്. 2 വാതിലുകളിലും പ്രതിഷേധക്കാർ തമ്പടിച്ച് നിൽക്കുകയാണ്. ഈ ജീപ്പ് കവർ ചെയ്ത്, അതായത് ഈ ജീപ്പ് പൂർണ്ണമായും കവർ ചെയ്ത് ഇപ്പോൾ പോലീസുകാരെ നിൽക്കുകയാണ്. ജീപ്പിന്റെ മുൻപിലേക്ക് പ്രതിഷേധക്കാർ എത്താനുള്ള സാധ്യതയുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ജീപ്പിന്റെ 2 സൈഡുകളിലും അതോടൊപ്പം തന്നെ മുൻപിലും പ്രതിഷേധക്കാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോലീസുകാർ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വൈദ്യപരിശോധനയ്ക്ക് എടുക്കുന്ന സമയം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ്. ഇവിടെ ഇപ്പോൾ രാഹുലിനെ എത്തിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഈ പ്രതിഷേധത്തിന്റെ ഒരു തോത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഡിവൈഎഫ്ഐ യുവമോർച്ചയുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു 100ഓളം വരുന്ന പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തി. പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറടക്കം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത് കണ്ടതാണ്. രാഹുലിനെ പൊതിച്ചോറ് ഞങ്ങൾ ജയിലിൽ കൊണ്ടുതരാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചതെങ്കിൽ രാഹുൽ പാലക്കാട് MLA സ്ഥാനം രാജിവെച്ച പുറത്തു പോകണം എന്നുള്ളതാണ് യുവമോർച്ചയുടെ ആവശ്യം. പോലീസുകാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാഷ്വാലിറ്റിക്ക് മുൻപാകെ എത്തി ബാരിക്കേഡ് തീർക്കുകയാണ്. രാഹുലിനെ കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് രാഹുലിനെ ഈ ജീപ്പിനകത്തേക്ക് കയറ്റാൻ പറ്റിയിട്ട് ഒരുപക്ഷെ രാഹുൽ ഇതാ പുറത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ പുറത്തേക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ കാഷ്വാലിറ്റിയിൽ രാഹുൽ മാത്രമല്ല മറ്റു രോഗികൾ ഉണ്ട്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ അകത്തേക്ക് കയറുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും അവർ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് വാഹനം ഇങ്ങനെ വട്ടമിട്ടിരിക്കുന്നു, പോലീസ് ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നുണ്ട്. ഈ മറ്റു ആളുകളെ ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന ഒരു യുവതിയാണ് കാണുന്നത്. അപ്പോൾ അവരെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുന്നതിനും അകത്തേക്ക് കയറ്റുന്നതിനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുലിനെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയില്ലെങ്കിൽ ആശുപത്രിയിലെ സ്ഥിതിവിശേഷം കൂടി മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇനിയും സാധ്യമായിട്ടില്ല. ഈ വഴി തന്നെ പുറത്തിറക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസിലാണ് അന്വേഷണ സംഘം പോലീസ്, പത്തനംതിട്ടയിലെ പോലീസ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ പ്രതിഷേധക്കാർ ഈ പോലീസിനെ മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം, ഈ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് പോലീസ് വാഹനത്തിനടുത്തേക്ക് എത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവരെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? ഞാൻ ഇത്രയധികം പ്രതിഷേധക്കാർക്ക് ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും വഴികളുടെ രാഹുലിനെ കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി വേണേൽ പോലീസ് ആലോചിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ബാക്കിൽ കൂടെ വഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം രാഹുൽ പോയിട്ടുണ്ടാവുമോ വിഷ്ണു? കാശ്മീർ 2 വഴികളാണുള്ളത്. ആ 2 വഴികളിലും കനത്ത പോലീസ് സുരക്ഷയുണ്ട്. 2 വഴികളിലും പോലീസുകാരുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഈ വഴി, അതായത് കാഷ്വാലിറ്റിക്ക് മുൻപിലുള്ള രാഹുലിനെ കയറ്റിയ അതേ വഴിയിൽ തന്നെ ഇറക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ ജീപ്പടക്കം കയറ്റിയിട്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്, പ്രവർത്തകർ അകത്തേക്ക് കയറാതിരിക്കാൻ. മറ്റു വഴിയിലും ഈ 2ാമത്തെ വഴിയിലും അവിടെയും പ്രതിഷേധക്കാരുണ്ട്. അപ്പോൾ ഏത് വഴിയാണ് എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ളത് കാഷ്വാലിറ്റിക്ക് കയറിയ വഴി തന്നെ ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ളതാണ്. രാഹുലിനെതിരെ കേസെടുത്ത ഘട്ടത്തിൽ രാഹുൽ പുറത്തിറങ്ങാൻ എത്രയോ ദിവസമെടുത്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് അത്രയേറെ നീങ്ങില്ലെങ്കിൽ പോലും ഇതും അത്തരത്തിൽ പുറത്തിറങ്ങാൻ രാഹുലിനെ പുറത്തിറക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് പോലീസിന് ഇവിടെ ഉള്ളത്. അത് മറികടന്ന് രാഹുലിനെ പുറത്തിറക്കാൻ ഇനി എത്ര സമയം കൂടി വേണ്ടിവരും എന്ന കാര്യം അറിയില്ല. മജിസ്ട്രേറ്റ് അവിടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിയാണ് രാഹുലിനെ ഹാജരാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടെ, അതുകൊണ്ട് അധികം വൈകിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകണം. അടുത്ത ഘട്ടത്തിലേക്ക് കസ്റ്റഡി ഇന്റർഗേഷൻ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അങ്ങനെ സമയം വൈകിപ്പിക്കാനില്ല അന്വേഷണ സംഘത്തിന് മുൻപിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം വരുന്ന ഒരു 75ഓളം വരുന്ന പോലീസുകാരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് 30ഓളം വരുന്ന പോലീസുകാർ മാത്രമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ 100ഓളം വരുന്ന പ്രതിഷേധ പ്രവർത്തകരെ തടഞ്ഞു നിർത്താൻ പോലീസിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൂടുതൽ പ്രതിഷേധക്കാർ വന്നതോടുകൂടി തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്ന്, ക്യാമ്പിൽ നടക്കം
കൂടുതൽ പോലീസുകാരെ എത്തിച്ചുകൊണ്ട് ആ പ്രതിഷേധക്കാരെ പിടിച്ചുകെട്ടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ രാഹുൽ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷേ ഈ പ്രതിഷേധക്കാർ വീണ്ടും വയലിലാകാനുള്ള സാധ്യതയുണ്ട്, മുദ്രാവാക്യം വിളി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഈ ജീപ്പിനടുത്തേക്ക് അടക്കം എത്തി ജീപ്പ് തടയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതെല്ലാം കണക്കിലാക്കി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിരോധ കവചം പോലീസ് തീർത്തിരിക്കുന്നത്. അത് എത്രത്തോളം രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്ത് ജീപ്പിനകത്തേക്ക് കയറ്റാൻ പറ്റുമെന്നുള്ളത് ഈ രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പാകുകയുള്ളൂ. രാഹുലിനെ സംബന്ധിച്ച് ഈ ജീപ്പ് തൊട്ടടുത്ത്, അതായത് കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. അക്രമ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാഹുലിന്റെ ഒരു തരത്തിലുള്ള പരിക്കും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ നടപടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എപ്പോൾ രാഹുലിനെ പുറത്തിറക്കും എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഒരു 10 മിനിറ്റ് കഷ്ടി, അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന രോഗികളെ അത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് മറ്റു പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കും, അവരുടെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ. അതുകൊണ്ട് അത്തരം നീട്ടിക്കൊണ്ടുപോകൽ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. പുറത്തേക്ക് ഇറക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒപ്പം ഇവിടെ അന്വേഷണ സംഘം SP ഓഫീസിൽ ഉണ്ട്. അവര് ഈ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.